കാലം എത്ര പുരോഗമിച്ചിട്ടും അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുന്നവർ നിരവധിയാണ്, സംശയമില്ലല്ലോ. കോഴിക്കോട് താമരശ്ശേരിയിൽ കൂടോത്രം ചെയ്ത വസ്തു വീട് മാറി നിക്ഷേപിച്ച മന്ത്രവാദിയുടെ സഹായി പിടിയിലായി. വീടും സ്വത്തും സ്വന്തം പേരിലാക്കിയ ഭാര്യയ്ക്കെതിരെ പ്രവാസിയായ ഭർത്താവ് തന്നെയാണ് കൂടോത്രം ചെയ്യാൻ ഏൽപ്പിച്ചതെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. കൂടോത്ര സാധനങ്ങൾ നിക്ഷേപിക്കുന്നത് CCTVയിൽ കുടുങ്ങിയതോടെയാണ് കൂടോത്രം തിരിച്ചടിച്ചത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, സിനിമയിലൊക്കെ ആണെങ്കിൽ നല്ലൊരു കോമഡി സീനാണിത്. കൂടോത്രം ചെയ്ത സാധനം വീട് മാറി ഇടുന്നു, അവിടെ CCTV നോക്കുന്നു, അവസാനം കണ്ടുപിടിക്കുമ്പോൾ അത് ഭർത്താവ് തന്നെയാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നു. എന്താണ് ഈ താമരശ്ശേരിയിൽ സംഭവിച്ചത്? സിനിമയിൽ പോലും കാണാത്ത രംഗങ്ങളാണ് സത്യത്തിൽ താമരശ്ശേരി ചുങ്കം ചെക്ക് പോസ്റ്റിന് സമീപം നടന്നത്. മാസങ്ങളായി ചില പ്രശ്നങ്ങൾ, ഈ കുടുംബ പ്രശ്നങ്ങൾ നടന്നു വരികയാണ്. ഗൾഫിലായിരുന്നു ഈ പരാതിക്കാർ അല്ലെങ്കിൽ ഇതിന് കാരണക്കാരനായ ഭർത്താവ് ഉണ്ടായിരുന്നത്. അദ്ദേഹം കുറച്ചധികം വർഷങ്ങളായി ഗൾഫിൽ നിൽക്കുകയും ഒരുപാട് സ്വത്തൊക്കെ സമ്പാദിച്ചതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആ സ്വത്തുവകളൊക്കെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ഒപ്പം നിരവധി തവണ ഇക്കാര്യം ചോദിച്ച് നിയമപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഒടുവിൽ ഒരു മന്ത്രവാദിയെ സമീപിച്ചത്. ആ മന്ത്രവാദിയാണ് പറഞ്ഞത് ചില കൂടോത്ര സാമഗ്രികൾ ഈ വീടിന്റെ ഒരു വശത്ത് നിക്ഷേപിച്ചാൽ പിന്നീട് ഫലപ്രാപ്തി ഉണ്ടാകും എന്ന് പറഞ്ഞത്. അങ്ങനെ ചുടലമുക്ക് സ്വദേശിയായ യുവാവ് കരിങ്കുളം സ്വദേശിയായ സുനിൽ എന്നയാളെയാണ് മന്ത്രവാദിയാണ് കൂടോത്രത്തിനായി സമീപിച്ചത്. അദ്ദേഹം ചില കൂടോത്ര സാമഗ്രികൾ സഹായിയായ ആളുടെ കൈവശം കൊടുത്ത് വിടുകയായിരുന്നു. പക്ഷേ ഈ കൂടോത്രം നിക്ഷേപിക്കാനായി ഉദ്ദേശിച്ച വീട് മാറിപ്പോകുന്നതാണ് പിന്നീട് കണ്ടത്. ചുങ്കം മുട്ടുകടവിലെ മറ്റൊരു വീട്ടിലാണ് ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടി ഈ സഹായി ഈ കൂടോത്രം സാമഗ്രികളുമായി എത്തിയത്. ആ പ്രവാസിയായ ആ വീട്ടുടമയാണ്, പ്രവാസിയുടെ വീടാണ്, പ്രവാസിയുടെ തന്നെ വീടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഈ സമയത്ത് വീടിനകത്തും ഉണ്ടായിരുന്നു. മുറ്റത്ത് ഒക്കെ ചുറ്റുപാട് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ഈ മന്ത്രവാദിയുടെ സഹായി. പക്ഷെ അദ്ദേഹം ചാരിയിട്ട ഗേറ്റ് മെല്ലെ തുറന്ന് വീടിന് മുൻവശത്തുള്ള ഒരു തെങ്ങിൻ തൈക്ക് അരികിലെത്തുകയും കയ്യിൽ കരുതിയ കടലാസിൽ നിന്നും എന്തൊക്കെയോ പൊടികളും മറ്റ് സാമഗ്രികളും തെങ്ങിൻ തടത്തിലേക്ക് ഇടുകയും പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങുകയുമായിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഈ CCTV ക്യാമറയിൽ കണ്ടു. CCTV ക്യാമറ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോൾ പുറത്ത് ചില കാൽപെരുമാറ്റങ്ങൾ കണ്ട് ആൾസാന്നിധ്യം സംഭവിച്ച ഉള്ള ശബ്ദവും കേട്ട്. ഇതേ തുടർന്ന് വീട്ടുടമയുടെ മകള് വിശദമായ ഒരു പരിശോധന സ്ക്രീനിൽ നടത്തിയപ്പോൾ നീല ഷർട്ടും വെള്ളമുണ്ടും തോളിൽ ഒരു ബാഗ് മുറ്റത്തെത്തിയ ഒരാളാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഉടൻ തന്നെ അമ്മയോട് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഉടൻ തന്നെ ചില സംശയങ്ങൾ തോന്നി. കാരണം പതിവില്ലാത്ത ഒരാൾ വീട്ടുമുറ്റത്തെത്തുകയും ഈ മുറ്റത്ത് എന്തൊക്കെയോ നിക്ഷേപിക്കുന്നതായി കാണുകയും ചെയ്തു. ഉടൻ തന്നെ ഇരുവരും, ഈ അമ്മയും മകളും കൂടി സ്കൂട്ടറിൽ ഇയാളെ പിന്തുടർന്നു പോയി. അപ്പോൾ ഈ ചുങ്കൻ ചെക്ക് പോസ്റ്റിന് സമീപം ബസ് സ്റ്റോപ്പിൽ ബസ് കയറാനായി ആള് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അടയാളങ്ങൾ കൊണ്ട് നീല ഷർട്ടും വെള്ളമുണ്ടും തോളിൽ ബാഗും ഒക്കെ ഉള്ളതുകൊണ്ട് ആളെ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചു ചേർക്കുകയും ഇയാളെ വളരെ കാര്യമായി തന്നെ ചോദ്യം ചെയ്യുകയും പോലീസിനെ വിളിച്ചെടുക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ ഈ കഥ പറഞ്ഞത്. അതായത് ഈ സുനിൽ എന്ന മന്ത്രവാദി കൂടോത്ര സാമഗ്രികളുമായി തന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞത്. പിന്നീട് ഇയാളെയും കൂട്ടി വീണ്ടും വീട്ടിലേക്ക് വരികയും ഈ നിക്ഷേപിച്ച സാമഗ്രി തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും പോലീസ് കാര്യമായി തന്നെ ചോദ്യം ചെയ്തപ്പോൾ ഈ കൂടോത്രത്തിനായുള്ള കൊട്ടേഷൻ നൽകിയ ആളെ തിരിച്ചറിഞ്ഞു. ഇയാളെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വരുത്തുകയും വിശദമായി ചോദ്യം ചെയ്തു. ഒടുവിൽ ഇങ്ങനെ തന്നെയാണ് സംഭവം എന്ന് മനസ്സിലാക്കുകയും താക്കീത് നൽകി വിട്ടയക്കുകയുമാണ് ചെയ്തത്. എന്തായാലും തികച്ചും നാടകീയമായ, എന്നാൽ ഈ ആധുനിക കാലത്തും ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണ് കോഴിക്കോട് നടന്നിരിക്കുന്നത്. അനീഷ്, ഈ സാധാരണ കൊട്ടേഷനൊക്കെ ആണെങ്കിൽ അതിൽ പോലീസിന്റെ നടപടിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ കൂടോത്രം കൊട്ടേഷൻ ആകുമ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഈ വിദേശത്തുള്ള ഭർത്താവിനെ കൂടോത്രത്തിന്റെ കൊട്ടേഷന്റെ പേരിൽ എന്തെങ്കിലും താക്കീത് കൊടുക്കാൻ നിവർത്തിയുണ്ടോ? അതാണ് ഈ കൂടോത്രം കൊട്ടേഷൻ. നമുക്കറിയാം പല രീതിയിലുള്ള കൊട്ടേഷൻ നടക്കുമ്പോൾ ഈ കൂടോത്രത്തിന്റെ കൊട്ടേഷന് മേൽ എന്ത് ചെയ്യും എന്നതാണ് ഒരു ചോദ്യം. പിന്നീട് ഇവരൊക്കെ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളാണ്, പരസ്പരം അറിയാവുന്ന ആളുകളൊക്കെയാണ്. വേണമെങ്കിൽ പരമാവധി എടുക്കാൻ പറ്റുന്നത് ഒരാളുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറി എന്ന ഒരു കുറ്റമൊക്കെ വേണമെങ്കിൽ ചോർത്താം. അനുമതിയില്ലാതെ വീടിനുള്ളിൽ അല്ലെങ്കിൽ പറമ്പിൽ കടന്നു എന്നൊക്കെ പറയാം. അതും ലഘുവായ വകുപ്പുകളൊക്കെയാണ് വരിക. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, CCTVയിൽ തന്നെ കാണുന്നു. പക്ഷെ ഒരാളുടെ വീട്ടിൽ മറ്റൊരാൾ അതിക്രമിച്ച് കയറുന്നത് അങ്ങേയറ്റം കുറ്റം ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവരൊക്കെ പരസ്പരം അറിയാവുന്നവരാണ്, നാട്ടുകാരൊക്കെയാണ്. അതുകൊണ്ട് മറ്റ് നിയമ നടപടികളിലേക്ക് അതുകൊണ്ട് തന്നെ കടന്നില്ലെന്ന് ആണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ എന്തായാലും യുവാവിനെയും വിളിച്ചു വരുത്തിയ, ഈ കൊട്ടേഷൻ നൽകിയ യുവാവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. താക്കീതൊക്കെ നൽകിയാണ്
വിട്ടയച്ചത്. പക്ഷേ ഈ സ്വന്തം ഭാര്യയിൽ നിന്നും സ്വത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി കൂടോത്രം ചെയ്ത ഒരു സംഭവം ഒരുപക്ഷെ നമ്മൾ ആദ്യമായാവും കേൾക്കുക. പലതരത്തിലുള്ള കൊട്ടേഷൻ ഉണ്ടെങ്കിലും ഏറ്റവും വ്യത്യസ്തമായ ഒരു കൊട്ടേഷൻ, കൂടോത്ര കൊട്ടേഷൻ, അതും കൂടോത്രം ചെയ്ത മന്ത്രവാദി സഹായി ഈ സാധന സാമഗ്രികൾ നിക്ഷേപിക്കുന്നതിനായി പറഞ്ഞിടുക, വീട് മാറി മറ്റൊരു വീടിന്റെ മുന്നിൽ ഈ കൂടോത്ര സാമഗ്രികൾ ഇടുക. അങ്ങേയറ്റം രസകരമായ ഒരു സംഭവമായി തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ ഒപ്പം ഈ എത്ര മാത്രം അന്ധവിശ്വാസികളായി അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളായി നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു എന്നതും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയായി മാറുന്നുണ്ട്. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ പലതരം കൊട്ടേഷൻ കേട്ടിട്ടുണ്ടെങ്കിലും ഈ കൂടോത്രത്തിൻ്റെ കൊട്ടേഷൻ ആദ്യമായി കേൾക്കുകയാണ്. പോലീസും സ്വാഭാവികമായി ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഈ കൂടോത്രത്തിൻ്റെ കൊട്ടേഷൻ എന്ത് നടപടിയെടുക്കും എന്നത് പോലീസിനെയും കുഴക്കുന്ന ചോദ്യമായിരുന്നു. ഒടുവിൽ ഒരു താക്കീത് നൽകിയാണ് ഇപ്പോൾ വിട്ടയച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.